ആണെങ്കിലുണ്ട് ജെല്ലിഫിഷ് പോലെ ഇത് നമ്മൾ നാറ്റിക്കുണ്ട്. പൂ മേടിച്ചോ അവിടെ ചാടുന്നുണ്ട്. കൊക്ക് കുത്തിരിക്കുന്നു മീനെ കുറയ്ക്കുന്നുണ്ടോ? എടേ വീഡിയോ നടക്കുന്നതിന് മുമ്പ് തെരുവിളിയൊക്കെ ആയിരിക്കാനുള്ള ഒരു പ്രിക്കോഷനാണ് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോയ്ക്ക് തമ്മിൽ ഞാൻ ഭയങ്കര മീനുകളിലൊക്കെ പടമൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആദ്യം പറയുക, അത്രത്തോളം മീൻചാട്ടം എന്തായാലും നിങ്ങൾ യൂഷ്വലി കാണില്ലെങ്കിലും മീൻചാട്ടം കാണും കേട്ടോ. ബിക്കോസ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ്, ഫ്ലിപ്കാർട്ടിൽ ഓടാൻ പോകുന്ന കൂട്ടുകാരൻ പറയാം, മീൻചാട്ടം കൊണ്ട് ഓടിയോ ഭയങ്കര ചാട്ടം, ഒടുക്കത്തെ മീനൊക്കെ പറയാനെ വിളിച്ചു. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാരന്മാരാണ്. നിങ്ങളവിടെ ചെല്ലുമ്പോഴായിരിക്കും സത്യാവസ്ഥ മനസ്സിലാവുന്ന കൂടെ ആയിപ്പാന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ ഭയങ്കരമായ മീൻചാട്ടമൊന്നുമില്ല, അല്ലെങ്കിൽ തമ്മിൽ കാണുന്നവർക്ക് ഭയങ്കരമായ മീൻചാട്ടമൊന്നുമില്ല, എങ്കിലും ചാട്ടമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മീൻചാട്ടം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ആൾക്കാർ മീൻ പിടിക്കുന്നതേ കാണാൻ പറ്റും. അങ്ങനെ കുറേ വിഷ്വലുകൾ ഇണക്കി വെച്ചുണ്ടാക്കിയ വീഡിയോ ആണ്. ആൻഡ് ഇതിലെൻ്റെ ഇൻട്രാക്ഷൻ കുറവായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞായിരുന്നു കുക്ക് പരിച്ച എൻ്റെ പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കധികം ഞാൻ അങ്ങനെ സംസാരിച്ചല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ഹാപ്പി ആയിട്ട് വീഡിയോ ചെയ്യാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനവിടെ മീൻ പിടിക്കുന്നവർക്ക് അധികം ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വിഷ്വലെല്ലാം എടുത്തു. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ കേട്ടോ. കാര്യം മീൻചാട്ടം കാണാത്ത അറിയാത്ത ഒരുപാട് പേരാണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ഒരുപാട് പേര് കാണാത്തതാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ ചാടുന്നതാണ് കേട്ടോ. വെള്ളം വെയിലടിച്ചിട്ട് വെള്ളം കുറയുമ്പോഴത്തേനും മീൻ മേളിച്ചാടും. ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നതൊക്കെ ചാടും. അപ്പം നമ്മൾ അത്യാവശ്യം മഴ പെയ്യുന്ന പോലെ ചാട്ടം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചാട്ടം ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആൻഡ് ബോ. എടാ നമ്മൾ മുമ്പൊരു വീഡിയോ ആയിരുന്നു, നമ്മൾ ജെല്ലിഫിഷിനെ പിടിക്കാൻ പോകുന്നത്. പക്ഷേ കിട്ടില്ല, നൈസിന് പാളി. പക്ഷേ ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് പറഞ്ഞു വ്ളോഗായിട്ട് ചേട്ടാ ചെയ്യുമോ, വ്ളോഗ് ചെയ്യുമോ, താഴെ കുഴി കേട്ടോ ചെയ്യാനൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എടാ ഇന്ന സ്ഥലത്ത് മീൻചാട്ടം നടക്കുന്നു, മീൻചാട്ടം. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും മീൻചാട്ടം എന്തുവെന്ന്. ആക്ച്വലി സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. നിങ്ങൾ നോക്കിയാൽ കിടില സ്ഥലമാണ്. വിഷ്വലോട്ട് അങ്ങോട്ട് പോട്ടോ, വിഷ്വൽ കാണിച്ചു തരാം. സ്ഥലമെല്ലാം കാണിച്ചു തരാം, അതിന് കാര്യം പറയാം. അപ്പോൾ നമ്മൾ മീൻചാട്ടം കാണാനാണ് വന്നേക്കുന്നത്. മീൻചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴുമ്പോഴേ വെയിലടിച്ച് വെള്ളം പറ്റുമ്പോഴത്തേന് മീനുകൾ വെള്ളത്തിന് മേളിൽ കൂടെ ചാടും. അപ്പം 2 ദിവസം മുമ്പ് വരെ ഭയങ്കര ചാട്ടമായിരുന്നു. അപ്പോൾ ഇന്നും അത്യാവശ്യം ചാട്ടം കൊണ്ട് അവിടെ നല്ലൊരു ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഈ സ്ഥലം ഒന്ന് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ചാട്ടം കാണിച്ചു തരാം. മീൻചാട്ടം ഉണ്ടോ നോക്കാം, മീനെ പിടിക്കാൻ പറ്റുമോ നോക്കാം. അവിടെ കുറേ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് നമ്മളെ നോക്കുന്നുണ്ട്, അവരുടെ മീൻ പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മീൻചാട്ടം ആദ്യം കാണാം. മീൻചാട്ടം കുറേ പേരെ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ പേര് കണ്ടിട്ടില്ലായിരിക്കും. കാണിച്ചു തരാം വാ. സാധനം അപ്പോൾ ഇവിടാണ് കേട്ടോ. ഇവിടെ തുടക്കേരി, ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ ചാടുന്നുണ്ട്. അങ്ങോട്ടാണ് നല്ല തുളുമ്പലിവിടെ നിന്ന് കാണാം കേട്ടോ, കുളുകുള ചാടുന്നുണ്ട്. പക്ഷേ ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര ചാട്ടമായിരുന്നു. ഈ സൗണ്ട് കേട്ട് കാണത്തില്ല അന്ന് ഇവിടെ. അപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ആ പാലത്തിൻ്റെ ഇവിടെയാണ് എല്ലാവരും കണ്ടത് കേട്ടോ. ഇവിടെ ചെറുതായിട്ടൊക്കെ ചാടുന്നുണ്ട്, ചടപട അവിടെ ഇവിടെയൊക്കെ ചാടുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആൾക്കാർ മീൻ പിടിക്കാതിരിക്കുന്നുണ്ട്. ഭയങ്കര ചാട്ടം നടക്കുന്നുണ്ടാണ്, ഭയങ്കരമായിട്ട് ചാടുന്നുണ്ട്. നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ലയോ അറിയത്തില്ല. കാര്യം നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല മീൻ പിടിക്കാനുള്ള. ചൂണ്ടയൊന്നും എടുത്തിട്ടില്ല. നമ്മൾ അവർ പിടിച്ച മീനുകൾ കാണിച്ചു തരുമെന്ന് ചോദിക്കുക, അവർ കാണിക്കില്ല. നമുക്ക് നോക്കാം. എന്നിട്ട് എനിക്ക് മീൻ ചാട്ടം കാണിച്ചു തരും. ഇപ്പോൾ ഫുള്ള് കലയും കിടക്കും. ആ സൈഡിലൊക്കെ ആൾക്കാർ വലയിട്ട് അവിടെ ഇരിപ്പുണ്ട്, ചൂണ്ടയും പിടിച്ച് വലയിട്ടൊക്കെ ഇഷ്ടംപോലെ ഒരു അങ്ങോട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ടും എനിക്കൊരു വീഡിയോ എടുക്കാൻ കുറച്ചുകൂടി നല്ല ഇങ്ങോട്ടായിരിക്കും. ഒരു തണലുണ്ട്, ലുക്കാണ് കേട്ടോ. അങ്ങോട്ടാണ് വിഷ്വലി കിടുന്നതാണ്, പക്ഷേ അവിടെ വെയിലാണ്. ഇങ്ങോട്ടാകുമ്പോൾ കുറേ തണലൊക്കെ ഉണ്ട്, നല്ല ചാട്ടം ഉടയാൻ തുളുമ്പല് കാണുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും മീൻചാട്ടം എല്ലാവരെയും കാണിച്ചു തരാം. നമ്മൾ വന്നപ്പോൾ ഒറ്റ മീൻ ചാടുന്നില്ലല്ലോ. ഇന്നും നാണം കിടുന്നുണ്ട് ജെല്ലിഫിഷ് പോലെ. ഇത് നമ്മൾ നാറ്റിക്കുന്നുണ്ട്. പൂ മേടിച്ചോ അവിടെ ചാടുന്നുണ്ട്. ഇട്ടിരുന്നില്ല, കൊക്ക് കുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ചാടുന്നുണ്ടായി നോക്കണ്ടോ, ഇതാണ്ടോ ചാടുന്നുണ്ടോ, തൂങ്ങുന്നുണ്ടോ. നീ വന്ന് പൊന്തിട്ട് പോവാം, എല്ലാം പൊന്തിട്ട് പോവാം. ഓരോ സ്ഥലത്തായിട്ട് പൊന്തുക. ഇവിടെ വിട്ടുവിട്ടാ പൊന്നു. ഇവിടെ അടുത്തോട്ട് വേണം. സൂം അടിക്കണോ? സൂമായിരുന്നു. ആണോ? കിട്ടിയോ? പൊന്തുന്നോളം കിട്ടുന്നുണ്ടോ? ഇത്തിരി വൈഡായിട്ട് പിടിച്ചു. അപ്പോൾ മറ്റേ വെള്ളം പൊളിഞ്ഞ് പൊങ്ങുന്ന കാണാം. വൈഡാക്കി കളറ് അഡ്ജസ്റ്റ് ഒന്നുകൂടെ ചെയ്തപ്പോഴത്തേക്കും ഒന്നും ചാടത്തില്ല. അപ്പുറത്തോടൊപ്പം നോക്കില്ല ചാട്ടം. ഈ ഗാർഡൻ എപ്പോഴും കാണാറുണ്ടോ? സമയം വല്ലതും ഉണ്ടോ? അവിടെ അവിടെ കാണാം.
വൈകിട്ട് വന്നാൽ കാണാ. ആണോ? ഉച്ചയ്ക്ക് കുറവാണോ? ഉച്ചയ്ക്ക് വെയിലിൻ്റെ കാണത്തില്ല. ഒന്നീ രാവിലെ അല്ലേ വൈകിട്ട്. സൂര്യന് പ്രകാശം കൊണ്ടൊന്നും അടിയില്ല. കണ്ടിരിക്കുന്ന കാണാം. പനിയൊന്നും തന്നെ. ഇപ്പം അത് ക്യാമറ പിടിക്കണ്ടായിരുന്നു. പരുന്ന് പിടിച്ചത് ഇവിടെ വലയാണ് പോട്ടേട്ടാ. അതിനകത്ത് പോകും. അവിടെ നിന്ന് പൊങ്ങുമ്പോഴാണ് അത് അറിയാം. അത് നോക്കി നിൽക്കും. ആ പരുന്ത് പോയി കപ്പഴ എടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് പോയത് പരുന്നുണ്ട്. മീനെ കൊണ്ടുപോയാ നിങ്ങൾ പരുന്നിനെ കൊണ്ടുപോയി. നിങ്ങൾ വലയിട്ടേക്കുന്നില്ല. അതിൻ്റെ അടുത്തൊന്നും മേടെ വന്നിരുന്നു. അയാൾ പൊങ്ങിയത് മുക്കിടം പോയി. കവർ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്നതായിരിക്കും പോയി. കുടുങ്ങിയിരിക്കുന്നു. പിടിച്ചോറാ. പിടിച്ചേറാ. വാല പിടിച്ചെടുത്തണ്ണ പിടിക്കുന്നില്ല. കായയുടെ വാലി പിടിച്ചില്ലേ? കായയുടെ വാലി പിടിച്ച് കുത്തിപ്പിളേ കണ്ടോ? ഇത് കണ്ടോ? ജീവനുണ്ടോ അതിനും? എല്ലാത്തിനും ജീവനുണ്ട് കേട്ടോ. ആ നല്ല മുള്ളുണ്ട്. വെള്ളമാകത്തില്ലേ? എല്ലാം നല്ല മുള്ളുള്ള സാധനങ്ങളാണ് മൊത്തം. വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ പോകട്ടോ അവളെ മീനെ. കുറയ്ക്കുന്നുണ്ടോ? കുളിക്കണ്ട. നല്ല വിടക്കൽ വിടയ്ക്കുന്നു. വെള്ളമാക്കി കേട്ടോ ക്യാമറയിൽ നോക്ക്. അന്നലെ പൊക്കെടുക്കാൻ പറ്റില്ല. അയ്യേ ചെറുത് നല്ലടാ. ഇതിന് വലുതായിരുന്നടാ പറഞ്ഞു അല്ലേ ചാച്ചി? വലുതാ. പോട്ടാ ഇച്ചിരി കൊണ്ടുവാ. കൊണ്ടുപോട്ടാ. ഇവിടെ എന്തോ ഫാക്ടറി കേട്ടോ. ഭയങ്കര സൗണ്ട്. അല്ല സ്കൂളിൻ്റെ എന്തോ പണി നടക്കും. സ്കൂളിൻ്റെ എന്തോ പണി നടക്കും. ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പം വെള്ളച്ചാട്ടം നല്ലതായിട്ടാണെങ്കിൽ വൈകിട്ട് വരണമെന്ന് പറയുന്നത്. നമ്മളൊരു 6 മണി സമയം എന്ന് വെച്ചാൽ വെട്ടം കുറേ സമയം. അപ്പം നല്ലൊരു ചാടുന്ന കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഇന്ന് തന്നെ വൈകിട്ട് എന്തായാലും വരാം. സോ ഉള്ള ചാട്ടം ഇപ്പോൾ ഉള്ള ചാട്ടം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ആ വീഡിയോ എടുത്ത് തരുന്നപ്പോൾ അന്ന് വൈൻഡപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ആകെ ഞങ്ങൾ വിഷമിച്ചാവുന്നത് തിരിച്ച്. സോ ആ വീഡിയോ അല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതിന് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.